കൊന്നിച്ചോ മിനസാൻ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 26ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹത്തിന്റെ ഓരോ എപ്പിസോഡ് കഴിയുന്നത് ഇങ്ങനെ നന്നായിട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ ഇത്രയും അതായത് നമ്മൾ ഏകദേശം 70ഓളം ചാപ്റ്റേഴ്സ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചാപ്റ്റർ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആരാണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫേവററ്റ് ക്യാരക്ടർ ജിയോങ് ആണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ജിയോങ് പറയുകയും ചെയ്യും, അപ്പൂപ്പ എന്നോട് എന്നോട് ക്ഷമിക്കും, എനിക്ക് തോന്നുന്നില്ല എനിക്ക് പ്രതികാരം. ഇതേ സമയത്ത് ബ്ലൂ സ്പിരിറ്റും സോഹയും പുറത്ത് നിപ്പോണ്ടായിരുന്നു. അവൻ അവരെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ച് കാണിക്കുകയും ചെയ്യും. അല്ല, ഞാൻ എന്താണ് ഈ ചെയ്യുന്നത്? ബ്ലൂ സ്പിരിറ്റും സോഹയും അവരുടെ മരണത്തിന് ശേഷം പ്രതികാരം കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അപ്പോൾ പിന്നെ ഞാനോ? എൻ്റെ എൻ്റെ പ്രതികാരത്തിൻ്റെ ആ ഒരു ആഗ്രഹം അത്രയും അത്രയും വീക്കാണോ? അല്ല, അത്രയും വീക്കല്ലെന്ന് പറഞ്ഞ് അവനെൻ്റെ കൈ അങ്ങോട്ട് ചുരുട്ടി പിടിച്ചു. ഇട നായേ, നീ എന്ത് ചെയ്യുവാണ്? ഇത് പോരാ, ഇത് പോരാ, ഇനിയും ഇനിയും ഡീപ്പായിട്ട് ചെല്ലെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ഞെട്ടിയത്. അല്ല, അത് കീൻ ക്യൂയെ മാത്രമല്ല, അത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുപ്രീം പീക്ക് തന്നെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി വെച്ചിരിക്കണം. അത്രത്തോളം കേപ്പബിളായ ഒരാൾക്ക് മാത്രമേ എൻഹാൻസ്ഡ് ക്യൂയെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അതിൻ്റെ നിറം അടുത്ത സെക്കൻഡ് ജിയ ഒരൊറ്റക്കങ്ങട്ട് ചെയ്തു. ആ ഒരു കിമിമോറിൻ്റെ നേരെ അത് മൂൺലെസ് വോയിഡ് വേഡ്സ് എന്ന് പറഞ്ഞ ഒരു അറ്റാക്കായിരുന്നു. ജിയോങ് ബാക്കിലേക്ക് തെറിച്ച് പോകും. അടുത്ത നിമിഷം തന്നെ ആ കിമിമോറിൻ്റെ നേരെ പാഞ്ഞു വരും. ഞാൻ നേരത്തെ അത് നോട്ടീസ് ചെയ്തില്ലായിരുന്നു, പക്ഷെ നിനക്ക് ജീവനുണ്ടായിട്ട് പോലും നിനക്ക് ഡെത്ത് എനർജി കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലേ? സ്ട്രേഞ്ച്, ശരിക്കും സ്ട്രേഞ്ച് ആയിട്ടുണ്ട്. എന്നാൽ എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാര്യം അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനവൻ്റെ കൈ എൻഹാൻസ്ഡ് എനർജി യൂസ് വലുതാക്കി. എൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം നിന്നെ പഠിച്ചുകൊണ്ട് ഞാൻ കണ്ടെത്തിക്കൊള്ളാന്ന് പറഞ്ഞ് നമ്മുടെ ജോങ്ങിൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്തിട്ട് വരികയും ചെയ്തു. നാശം, ഞങ്ങളുടെ പവറിൻ്റെ ഗ്യാപ്പ് അത് അത് കുറച്ചെങ്കിലും കുറവായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് കുറച്ച് കൈകൾ വന്നത്. രക്തത്തിലുള്ള കുറച്ചധികം കൈകൾ അവിടേക്ക് വന്ന് അവനെ പിടിച്ചു കെട്ടാൻ നോക്കി. നിന്നെപ്പോലൊരു ലോലി സ്പിരിറ്റ് എത്ര ധൈര്യമായിട്ടാണ്! ആ സമയത്താണ് ജിം അത്ഭുതപ്പെട്ടു പോയത്. അത് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ആയിരുന്നു. മോർട്ടൽ, ഓടി രക്ഷപ്പെടാൻ നോക്ക്! പെട്ടെന്ന് അവൻ ഞെട്ടി. എന്നാൽ അടുത്ത നിമിഷം മറ്റൊരു മാർഗമില്ലാതെ അവൻ തിരിച്ച് ഓടാനും തുടങ്ങി. എന്തിന് എന്തിനു വേണ്ടിയാണ് അവൾ ഇത് ചെയ്തത്? അവൾ എൻ്റെ ഫെമിലിയർ സ്പിരിറ്റ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ല, ഞാൻ അവളുടെ പ്രതികാരം വീട്ടുന്നുള്ള വിശ്വാസം കാരണമാണോ? ഏ അല്ല, പിന്നെന്തിനെ? നീ ശരിക്കും ഒരു ഓർഡിനറി സ്പിരിറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മോശം പറയാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ വിശപ്പടക്കാൻ നീ മാത്രം മതിയാകുമെന്ന് പറഞ്ഞ് അവളുടെ എനർജി അവൻ അങ്ങോട്ട് ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. ജിയോങ് ഇത് ശ്രദ്ധിക്കുകയും ചെയ്യും. അല്ല, എന്തിന് എന്തിനു വേണ്ടി? ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, രക്ഷപ്പെടാൻ നോക്ക്, ഇവിടുന്ന് രക്ഷപ്പെടാൻ. പക്ഷേ അതവനെ വല്ലാണ്ട് അലട്ടി. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ മനസ്സിനെയും അവൻ്റെ ശരീരത്തിനെയും അവനോട് പിടിച്ചു നിർത്തി. അവിടെ ഓടുന്നതിന് പകരം അവൻ്റെ നേരെ നോക്കി നിൽക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ്റെ കയ്യിലേക്ക് ആ ഒരു എനർജി ഗ്യാദർ ചെയ്ത്, നീ എന്ത് ചെയ്യാൻ പോകുവാണ്? പെട്ടെന്നാണ് ആ കൈ മുകളിലേക്ക് ഓർത്തിട്ട് അവൻ്റെ നെഞ്ചത്തേക്ക് അത് കുത്തി തറച്ചത്. അത് കണ്ടപ്പോ ബ്ലൂ സ്പിരിറ്റ് ശരിക്കും ഞെട്ടി. അവൻ മാത്രമല്ല ആ ഒരു കിമിമൊറിയും. ജിയോങ് ചോര ഛർദ്ദിച്ച് നേരെ അവിടെ താഴത്തേക്ക് വീഴാനും പോയി. മിസ്റ്റർ, ഇനി ഇനി നീ ഇവിടെ തന്നെ ഇരിക്കും. നിനക്കിവിടുന്ന് ഇല്ല ഇല്ലെന്ന് പറഞ്ഞ് ബ്ലൂ സ്പിരിറ്റ് ഇട്ടിട്ട് അവൻ പെട്ടെന്ന് ജിയോങ്ങിന് നേരെ ഓടി വന്നു അവനെ താങ്ങി പിടിക്കുകയും ചെയ്തു. നാശം, നീ ശരിക്കൊരു വിഡ്ഢിയാണല്ലേ! ഇവൻ ഇവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ ജീവനോടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിവിടുന്ന് പുറത്തു പോകാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ജിയോങ് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എൻ്റെ ദൈവങ്ങളെ, അവസാനം നിന്റെ കൈ കിട്ടിയല്ലേ! പെട്ടെന്ന് അവൻ ഞെട്ടി. എന്ത്, ഇവനിത് മനഃപൂർവ്വം ചെയ്തതാണോ? അടുത്ത സെക്കൻഡ് റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് അവനോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നിയായിരുന്നു അവൻ അവോയ്ഡ് ചെയ്യുന്നത് പോലെ. പക്ഷേ റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന എനർജിയും സ്റ്റോപ്പ് ചെയ്യപ്പെടും. അത് ശരിക്കും വലിയൊരു ഗ്യാമ്പിളായിരുന്നു എൻ്റെ ജീവൻ വെച്ചുകൊണ്ട് ഞാൻ ചെയ്തത്. എന്നാൽ സക്സസ് ആയിരുന്നു. ഈ സ്പിരിറ്റിന്
എന്നെ ജീവനോടെ തന്നെ വേണം ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ. എടാ കീടമേ, നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ്റെ തലനിര നിലത്തേക്ക് അടിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ വേദന കൊണ്ട് കാറുന്നതിന് പകരം അവൻ അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് ബ്ലൂസ്പിൻ്റെ കൈ അവൻ്റെ പുറകിൽ വന്ന് പതിച്ചു. നിന്നെപ്പോലുള്ള ലോലി സ്പിരിറ്റ്, നീ എന്നെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴാണ് ജിയോങ് ചിരിക്കാനിട്ട് തുടങ്ങിയത്. അവൻ അവിടെ കിടന്ന് അട്ടഹസിക്കുകയായിരുന്നു. അവൻ വല്ലാണ്ടായിപ്പോയി. ജിയോങ്ങിന്റെ മുഖം കണ്ടിട്ട് അവന് പോലും അറിയാതെ ഒരു ഫീൽ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി. ഞാൻ വൺ ഓഫ് ദി 6 ഡീമൻസ്. എനിക്ക് പേടി തോന്നുവാണോ? അതും ഇവനെ പോലൊരു ഇൻഫീരിയർ ഉള്ള മനുഷ്യന്റെ മുമ്പിൽ. അത് അത് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ വരാൻ പാടില്ല. നീ വെറും ഒരു മനുഷ്യനാണ്. ഞാൻ നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്നതാണ്. ഞാൻ നിന്നെ പലരെയും കണ്ടിട്ടുണ്ട്. നീയായിട്ട് ഇത് വരുത്തി വെച്ചതാണെന്ന് പറഞ്ഞ് പെട്ടെന്നായിരുന്നു അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു സാധനം മുകളിലേക്ക് ഉയർന്നത്. അത് കണ്ടപ്പോൾ ജിയങ്ങും ഞെട്ടി. മൊർട്ടൽ സൂക്ഷിച്ച്! അതെങ്ങനെ അവന്റെ ആസ്ട്രൽ ബോഡിയാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ജിയോങ്ങിന്റെ വായിലേക്കും കണ്ണിലേക്കും ആ ഒരു എനർജി കയറാൻ തുടങ്ങി. ഇല്ല, ഇതൊട്ടും നല്ലതല്ല. അവന്റെ ആത്മാവ് അവന്റെ ശരീരം വിട്ട് മോർട്ടലിനെ പൊസസ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒരിക്കലും അത് എൻഡ്യൂർ ചെയ്യാനുള്ള പവേഴ്സ് ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു ഡീമൻ സീല് കാണുന്നത്. അടുത്ത നിമിഷം ജിയോ അവന്റെ കണ്ണ് തുറന്നു. പിന്നെ കാണുന്നത് ആ ഒരു കിമിമുറിയോ നേരെ ബാക്കിലേക്ക് ചാടി പോകുന്നതാണ്. നീ ആരാണ്? നിന്റെ നിന്റെ ഉള്ളിൽ ശരിക്കും എന്തുവാണ്? ആ സമയത്ത് ആ ഒരു ഡീമൻ സീലാണ് കാണാൻ സാധിച്ചത്. നീ എന്തിനെ പറ്റിയാണ് ഇപ്പൊ പറയുന്നത്? നീ കളിക്കില്ലടാന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ കൈ അവൻ തട്ടി മാറ്റി. അടുത്ത നിമിഷം ജിയം ഞെട്ടി. കാര്യം അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അവൻ പതുക്കെ മാറാൻ തുടങ്ങി. നിനക്ക് എത്ര ധൈര്യമായിട്ടാണ്? പിന്നെ കണ്ണ് ലിറ്ററലി ഒരു വലിയ കണ്ണിന്റെ മുമ്പിൽ അവൻ നിൽക്കുന്നതാണ്. നിന്നെപ്പോലൊരു മനുഷ്യൻ എന്റെ യഥാർത്ഥ രൂപം എടുപ്പിച്ചത് എത്ര ധൈര്യം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ജിയോങ്ങിന് നേരെ പാഞ്ഞു വന്നു. ഇനി നീ ചത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കൊല്ലാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവൻ ഞെട്ടിയത്. അല്ല, ഇതെന്താണ്? ആ ടെക്നിക് അവൻ എനർജി പുൾ ചെയ്യുവാണ്. പക്ഷെ എവിടെ നിന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അത് ആ ചെസ്റ്റിൽ നിന്നാണെന്ന് അവന് മനസ്സിലായത്. ഇമ്മോർട്ടൽ സ്പിരിറ്റ് വുഡോ? പക്ഷേ ഡെത്തിക്ക് നീ നീ എന്താണ് ചെയ്യുന്നത്? മര്യാദക്ക് നിർത്തുന്ന പറഞ്ഞപ്പോൾ ആ ഒരു പെയിന്റിങ് നേരെ മുകളിലേക്ക് ഉയർന്നു. അത് വിടർന്ന് നിൽക്കുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് അമാനുഷികമായ ഒരു ശക്തി വരികയും പെട്ടെന്ന് ആ ഒരു കിമിവറിനെ പിടിച്ച് കെട്ടുകയും ചെയ്തു. എനിക്ക് എനിക്ക് തോന്നിയായിരുന്നു നിന്നെപ്പോലൊരു സ്പിരിറ്റിനെ അവിടെ സീൽ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഡെത്തിക്ക് അതെന്തായാലും ആവശ്യമായിരിക്കും. പക്ഷെ ഞാനായിട്ട് തിരിച്ചെടുക്കുവാണ്. ഇതൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ രക്ഷപ്പെടുന്ന പറഞ്ഞ ആലറിയപ്പോഴാണ് പെട്ടെന്ന് ജിയോങ്ങും ബ്ലൂ സ്പിരിറ്റും നേരെ വന്ന് ചവിട്ടി അവനെ ആ ഒരു പെയിന്റിങ്ങിലേക്ക് അയച്ചത്. അവർ രണ്ടുപേരും ശരിക്കും കഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു കിമിമൊറിയോ അത്ഭുതത്തോടെ അവിടെ നോക്കി നിന്നു. ഇനി നമ്മൾ പരസ്പരം കാണാതിരിക്കട്ടെ. പെട്ടെന്ന് അത് അലറുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ പതുക്കെ അതിനെ വലിച്ച് ആ ഒരു പെയിന്റിങ്ങിനുള്ളിലേക്ക് ആ ഒരു സീൽ കടത്തിവിട്ടു. എന്നിട്ട് ആ ഒരു പെയിന്റിങ് തന്നെ റോൾ ആകാനായിട്ട് തുടങ്ങി. അതിനുശേഷം ആ ഒരു വുഡൻ ബോക്സിലേക്ക് ചെന്ന് കയറുകയും അത് അവിടെ നോർമലായിട്ട് പഴയ പോലെ വന്ന് ഇരിക്കുകയും ചെയ്തു. പെട്ടെന്ന് ആ ഒരു ശാന്തത അവിടെ അനുഭവപ്പെട്ടു. പക്ഷേ ആ നിമിഷമാണ് ജിയോങ്ങിന്റെ കൈകാലുകളിലെ ശക്തിയെല്ലാം തന്നെ പോയി അവൻ പറയുന്നത്. മരിച്ചെന്നാണെന്ന് പറഞ്ഞ് ബ്ലൂ സ്പിരിറ്റും ജിയോങ്ങും നിലത്തേക്ക് വീണു. ആ സീല് വർക്കായത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. നമ്മൾ ശരിക്കും മോർട്ടൽ അല്ല. അവന്റെ സ്കിൻസിൽ ആ ഒരു ക്രാക്ക് വരുന്നു. ഈ കാണുന്നത് അത് അത് മെറ്റമോർഫിസ് അല്ലേ? മെറ്റമോർഫിസ് എന്ന് പറഞ്ഞ് ഒരു എൻലൈറ്റ്മെന്റ് പീക്ക് റിലത്തിലേക്ക് എത്തിയവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റൺ ആൻഡ് ഡു മെറിഡിയൻസ് രണ്ടും ഓപ്പൺ അപ്പ് ആവും. അതുകൊണ്ട് തന്നെ ഈ ക്യൂ ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ്റെ ശരീരം വലിയ ചേഞ്ചസാണ് കാഴ്ചവെച്ചത്. അതിന് പുറമെ മെറ്റമോർഫിസും. ഇത് ശരിക്കും യൂഷ്വലി ഹാപ്പൻ ചെയ്യുന്നൊരു കാര്യമല്ല. എവല്യൂഷണറി തലത്തിലുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാനും സാധിക്കത്തുള്ളൂ. നീ നീ എല്ലാം തന്നെ കടത്തിവിട്ടി ഇപ്പോൾ ട്രാൻസിൻഡന്റ് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. നിന്റെ ശരീരത്ത് ആ ഒരു എനർജി, ഒരു ഇറ്റേണൽ പീസിന്റെ എനർജി ഉള്ളത് കൊണ്ടായിരിക്കും നീ നീ ശരിക്കും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ആ സമയത്ത് അവൻ്റെ ശരീരത്തിൽ പലധികം എനർജി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനീ കാണുന്നത് ഒരു ഡിഫറെൻ്റ് ആയുള്ള മാർഷൽ മാസ്റ്ററിന്റെ ഒരു ജനനമായിരിക്കും. അധികം താമസിച്ചില്ല അവൻ ഒന്ന് കാം ഡൗൺ ആയി. ജിയോങ് കണ്ണ് തുറക്കുകയും ചെയ്തു.
അവൻ്റെ കയ്യിലേക്ക് നോക്കിയിട്ട് അത് ചുരുട്ടി പിടിച്ചപ്പോഴാണ് അവനത് ഫീലായത്. അവൻ്റെ കൈ ശരിക്കും ലൈറ്റായി. അതിനു പുറമെ അവൻ പറയുകയും ചെയ്യും, എനിക്കിപ്പോഴാണ് സുപ്രീം പീക്ക് റിലത്തിൻ്റെ ആ ഒരവസ്ഥ മനസ്സിലായത്. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ വേദന അനുഭവപ്പെടുന്നില്ല. എൻ്റെ ഫിസ്റ്റൊക്കെ വളരെ ക്ലീൻ ആയതുപോലെ. അല്ല, ഞാൻ ശരിക്കും ലക്കി ആയിരുന്നോ? അതോ സ്ട്രോങ്ങർ? നിന്നോട് ആരാണിത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അല്ല, ഞാൻ അങ്ങനെയാണ് കേട്ടത്. ഹും, പറഞ്ഞിട്ട് കാര്യമില്ല. നീ ചോദിച്ചില്ലേ ഈ ഇറ്റേണൽ ബീസ്റ്റിനൊക്കെ ഒരു ഫെമിലിയർ സ്പിരിറ്റ് ആകുന്നത് പോസിബിൾ ആണെന്ന്? അത് സത്യം പറഞ്ഞാൽ ഇമ്പോസിബിൾ ഒന്നുമല്ല. ഞാൻ 2 പേരെ പറ്റി കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും അത് വിശ്വസിച്ചില്ല. എന്നാൽ മന്ത്രവാദി ആയതിനു ശേഷം പിന്നെ അതങ്ങനെ പോയി. അവരെ, അതായത് ഈ ഇറ്റേണൽ ബീസ്റ്റിനെ ഫെമിലിയർ സ്പിരിറ്റ് ആക്കുന്നവരെ നോർമലി വിളിക്കുന്നത് തന്നെ ഗോഡ്സ് എന്നാണ്. ആൻഡ് അവര് ദ ഡിവൈൻ റാങ്കിലേക്ക് എത്തിയവരായിരിക്കും. നീ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി അളിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അല്ലെങ്കിൽ ഒന്നും തന്നെയില്ല. ആ, നീ എന്തായാലും ഞാൻ പറഞ്ഞതിനെ പറ്റി മറക്കാതിരുന്നാ മതി. സത്യം പറഞ്ഞാൽ ഞാൻ ഇനിയും ശരിക്കും സ്ട്രോങ് ആകാറുണ്ട്. കുറേയധികം ദൂരം ഞാൻ സഞ്ചരിക്കാറുണ്ട്. ഉം. മോർട്ടൽ. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ബ്ലൂസ്മിന്റെ ശരീരം പതുക്കെ പതുക്കെ പൊടിഞ്ഞ് ഇല്ലാണ്ടാകുന്നുണ്ട്. അവളുടെ മുഖവും കഴുത്തും എല്ലാം തന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ ബ്ലൂ സ്പെറ്റ് പൊടിഞ്ഞ് ഇല്ലാണ്ടാകുന്നത് കണ്ടോണ്ട് അവിടെ നിൽക്കേണ്ടി വന്നു. നീ ഇപ്പൊ മെറ്റമോർഫിസ് ചെയ്തു. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നിന്റെ പുറത്ത് വലിയ മാറ്റമില്ലെങ്കിലും നിന്റെ ഉള്ളിൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും. എനിക്ക് തോന്നണ് നീ ചിലപ്പോൾ 2 വർഷം കൊണ്ട് ഇവല്യൂഷനിൽ റെലത്തിലേക്ക് എത്തിയേക്കും. നിന്റെ എനർജി വീക്കൺ ആകുവാണല്ലോ. ഹേ, ഞാൻ നിന്നെ രക്ഷിക്കാൻ നോക്കിയതല്ലേ. എൻ്റെ മേത് നീ സഹതാപമൊന്നും കാണിക്കൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തൊന്നുമില്ല. നീ എന്തിനാണ് എന്നെ സഹായിച്ചത്? എന്തായാലും മരിക്കും. പക്ഷേ നീ ഭരിച്ച എല്ലാം കഴിഞ്ഞില്ലേ, ഞാനും വാനിഷാകും. അല്ല, അതുകൊണ്ടാണോ? ഏയ്, അതല്ല. ഒരു ഹോപ്പ്. ചിലപ്പോൾ നീ എനിക്കൊരു വാക്ക് തരുമോ? ഞാനില്ലാണ്ടായാലും നീ നീ എൻ്റെ പ്രതികാരം വീട്ടുവന്ന് അത് നമ്മൾ ഒരുമിച്ച് നീ റിക്കവർ ആയതിനു ശേഷം ചെയ്തോളാം. എന്ത്? അടുത്ത നിമിഷമാണ് അവന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു എനർജി അവളുടെ ശരീരത്തിലേക്ക് പാസ് ആകാൻ തുടങ്ങിയത്. അല്ല, ഇതവന്റെ റിമൈനിങ് ഉള്ള ഡെത്ത് ക്യൂ അല്ലേ? ഇത് ശരിക്കും ഇംപ്രസീവ് ഉള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അതും ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടത്. ഞാൻ പെട്ടെന്ന് തന്നെ ഹീൽ ആകുവാണ്, റിക്കവർ ആകുവാണ്. അല്ല, ഞാനിപ്പോൾ എത്തിച്ചെല്ലുന്നത് ദ നേവി സ്പിരിറ്റ് റിലത്തിലേക്കല്ലേ? അടുത്ത സെക്കൻഡ് അവളുടെ കൈ മുകളിലേക്ക് ഉയരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് വീണ്ടും പുനർജനിച്ചതുപോലെ തന്നെ. അല്ല, ഇത് നമ്മൾ രണ്ടുപേരും ചിലപ്പോൾ ലക്കി ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഒറിജിനൽ ബുക്ക് ഓഫ് വിങ് ആൻഡ് യാങ്ങിൻ്റെ അകത്ത് ഈ നേവി സ്പിരിറ്റിനെ പറ്റി പറയുന്നുണ്ട്. അവർ ശരിക്കും പവർഫുൾ ആണ്. അവർക്ക് ഒരു ഇലൂഷൻ മാത്രമല്ല, ഈവൻ റിയാലിറ്റിയിലേക്ക് തന്നെ പലതിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഇവരെ സാധാരണ കമ്പയർ ചെയ്യുന്നത് ദി ഡിമോണിക് ബീസ്റ്റ് ആയിട്ടാണ്. മേ ബി ഇതെല്ലാം തന്നെ ഒരു ഫെയ്ത്ത് ആയിരിക്കും. അല്ല, പറഞ്ഞതുപോലെ നീ എന്താ പറയുന്നുണ്ടായിരുന്നല്ലോ, റിവെഞ്ചോ അതോ എന്തായിരുന്നു അത്? പിന്നെ അല്ല, നീ ഇപ്പൊ നേവി സ്പിരിറ്റ് ആയില്ലേ? അപ്പൊ ഞാൻ നിന്നെ എന്ത് വിളിക്കണം? നേവി സ്പിരിറ്റ് എന്നോ ബ്ലൂ സ്പിരിറ്റ് എന്നോ മതി? ഓഹോ, അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട്? ഡാടാ, നിന്നെ കളിയാക്കല്ലേ കേട്ടോ മാസ്റ്റർ. ആ സമയത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് 2 കൈയില്ലാതെ സോഹ അവിടെ നിൽക്കുന്നത് കണ്ടത്. മോർട്ടൽ, നിന്റെ കയ്യിൽ കുറച്ചുകൂടെ റിമൈനിങ് ഉള്ള ഡിമോണിക് ക്യൂ ഉണ്ടല്ലോ. അത് കേട്ടപ്പോ അവൾ ശരിക്കും ഹാപ്പി ആകുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് ഒരാൾ കൈയിട്ട് ആട്ടുന്നതാണ്. എന്നെ വന്ന് വിളിക്കാൻ മറക്കല്ലേ. അവൾ ശരിക്കും എക്സൈറ്റഡ് ആണല്ലോ. പിന്നല്ല, അവളും ലെവലപ്പ് ആയില്ലേ. അതിനു പുറമെ അവൾക്കൊരു ബോഡി കിട്ടുകയും ചെയ്തു. അവൾ ഓൾറെഡി ബ്ലൂ സ്പിരിറ്റ് റിലേവായിട്ട് അടുത്തായിരുന്നു. ആൻഡ് എൻ്റെ ഡെമോണിക് ക്യൂയും കൂടെ വന്നപ്പോൾ അവൾ പെട്ടെന്ന് ലെവലപ്പ് ആകുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അതിനുശേഷം മൂഹ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു യങ് മൂവോനെ ഡിഫേറ്റ് ചെയ്ത് അവൻ്റെ ബോഡി കൈയേറുകയും ചെയ്തു. ആൻഡ് എനിക്ക് തോന്നുന്നു അവൾ ശരിക്കും എക്സൈറ്റഡ് ആയിരിക്കും എന്നാണ്. ഇവിടെയുള്ള ഈ പുസ്തകങ്ങളുള്ള കാരണം. ബാ, നമുക്കെന്തായാലും പോകാം. എന്നാൽ ആ സമയത്ത് സോഹ ആ പുസ്തകമായിട്ട് ആ ഒരു റൂമിനെ നോക്കിക്കൊണ്ട് നിന്നു. അവൻ വന്ന് ഉള്ളിഞ്ഞ് നോക്കുകയും ചെയ്യും. സത്യം പറയാലോ, അത് ശരിക്കും കൂളായിരുന്നു ഞാൻ നേരത്തെ കണ്ടത്. ഈ ഇമ്മോർട്ടൽ സ്പിരിറ്റ് വുഡിന് ഇത്രത്തോളം പവർ ഉണ്ടായിരുന്നല്ലേ. തൽക്കാലം ഇതിനെ നമുക്ക് ഇവിടെ തന്നെ വിടാം. അല്ല, ഇവനെ താങ്കൾ കൊണ്ടുപോകുന്നില്ലേ, അവനെ ഫെമിലിയർ സ്പിരിറ്റ്? ഇപ്പൊ തന്നെ ഞാൻ ശരിക്കും സീനായി. ഇനിയും കൂടെ അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. തൽക്കാലം നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞാൻ ശരിക്കും ക്യൂരിയസ് ആണ്. ഇത്രത്തോളം ഡേഞ്ചറസ് ഉള്ള സാധനം അദ്ദേഹം ഇവിടെ വെച്ചിട്ട് ചുമ്മാ അങ്ങനെ പോകത്തില്ലല്ലോ. അതിനു പുറമെ അദ്ദേഹം ആ 3 കണ്ണുള്ള മാസ്റ്ററിനെ പറ്റി പഠിക്കാനും എന്നോട് പറഞ്ഞു. ആ, എന്ത് ചെയ്യാനാ, ഇനി എന്തായാലും എൻ്റെ വർക്ക് ചെയ്യാന്നും പറഞ്ഞ് അവനായിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം ആയിട്ടുണ്ട്. അല്ല, അവൻ ശരിക്കും ലേറ്റായി. അവൾ പറഞ്ഞിരുന്നവൻ ലേറ്റ് ആകുന്നു.
എന്നാൽ ഇത് കുറച്ച് കൂടിയില്ലേ? ഞാനവനെ പോയി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഒരു ഗാർഡ് തിരിഞ്ഞപ്പോഴാണ്, അല്ലേ നീ ശരിക്കും വെയിറ്റ് ചെയ്യുമായിരുന്നല്ലേ ഇത്ര നേരം? അല്ല ഇത് കുഴപ്പമൊന്നുമില്ല. അവൻ ലൈബ്രറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവന്റെ ക്യൂയെ ഞാൻ സെൻസ് ചെയ്തിരുന്നു. അതൊരു ഫസ്റ്റ് റേറ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോ ഇപ്പോ എനിക്കൊന്നും തന്നെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവന് ഇവനെന്തെങ്കിലും പറ്റിയോ? അതോ ഇവൻ ശരിക്കും എന്നെ നമുക്കപ്പോ പോയാലോ? എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ഇത്തവണത്തെ ട്രയൽസ് ഏതൊരവസ്ഥയിലായിരിക്കും ചെന്ന് അവസാനിക്കാൻ പോകുന്നതെന്ന്. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം രാത്രിയാണ്. വിശാലമായ ഒരു സ്ഥലത്തൂടെ ഒരാൾ മുന്നിലേക്ക് നടക്കുന്നുണ്ട്. അവന്റെ കയ്യില് ഒരു ജാറുമുണ്ടായിരുന്നു. അത് ലൈറ്റ്നിങ് ഫിസ്റ്റ് കിങ് ആയിരുന്നു. ചുരുക്കം പറഞ്ഞ വൺ ഓഫ് ദി 5 കിങ്സിൽ ഒരാൾ. അവൻ ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുകയും ചെയ്യും. ഇതാണ് ആ ഒരു ഡാർക്കർ സെക്ട് മാനർ. സത്യം പറഞ്ഞാൽ എത്ര തവണ ഇവിടെ വന്നാലും ഈ ഒരു ഒമ്നസ് ഉള്ള ഫീൽ അത് മാത്രം വിട്ടുപോകത്തില്ല. അപ്പൊ നീ ഇവിടേക്ക് എത്തിയല്ലേ? 2 മാസത്തിന് ശേഷം നമ്മൾ ഇപ്പോഴല്ലേ പരസ്പരം കാണുന്നത്? ശരിയാണ്. അല്ല, ഡാർക്ക് സെൽ ലീഡർ നീ ഇപ്പോഴും മുഖംമൂടി അണിയുവാണോ? അതായിരുന്നു ഹെവൻ എർത്ത് അസോസിയേഷന്റെ ഫസ്റ്റ് ഇൻ പവർ ആയിട്ടുള്ള ദ 3 സെറ്റ്സിലെ ഒരെണ്ണം. ദി ഡാർക്ക് സെക്ട് ലീഡർ. ഈ മുഖംമൂടി അണിയുന്നതിന്റെ കാര്യം വല്ലതും ഉണ്ടോ? ഒരു ലോ എന്നും ലോ തന്നെയാണ്. എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഈ ഡാർക്ക്നെസ്സിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസ് അവരുടെ ഇന്റലിജൻസും ഈ റെക്കോർഡ് കീപ്പിംഗ് എബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അസോസിയേഷൻ ലീഡറിന് മാത്രമാണ് യഥാർത്ഥ ആ ഒരു സെക്ട് ലീഡറിന്റെ ട്രൂ ഫേസ് കാണാൻ സാധിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവരുടെ ജെൻഡർ വരെ അറിയാൻ സാധിക്കുന്നത്. എങ്കിലും ഇത് ശരിക്കും അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ്. അല്ല, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ദേ ഇത് തരാൻ. ഇത് ഒരു ടോപ്പ് സ്കോളർ റെഡ് ആണ്. ഈ ടോപ്പ് സ്കോളർ റെഡ് എന്ന് പറഞ്ഞത് വളരെയധികം വീര്യം കൂടിയ വൈനാണ്. അല്ല, നീ എന്താണ് കൈക്കൂലിയാണ്? കോപ്സ് ബ്ലഡ് വാലിയിൽ നീ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേവർ എനിക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. ഹോ, അതെയോ? അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.